കൺസ്യൂമർ ബിഹേവിയറിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ബൈയിങ് മോട്ടീവ്സ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈയിങ് മോട്ടീവ്സ് എന്താണ്, ഏതൊക്കെ ടൈപ്സ് ബൈയിങ് മോട്ടീവ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ബൈയിങ് മോട്ടീവ്സ് അല്ലെങ്കിൽ ബൈയിങ് മോട്ടീവ്സിന്റെ ഒരു മീനിങ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഇൻഡ്യൂസ് എ കൺസ്യൂമർ ടു ബൈ എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ബൈയിങ് മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺസ്യൂമേഴ്സിനെ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കൺസ്യൂമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന എന്തിനേയും എന്ത് പറയാം, ബൈയിങ് മോട്ടീവ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലേഡി മേ ബൈ എ സാരി ഫോർ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ or for wearing something to look beautiful or as status symbol. ഇപ്പോൾ ഒരു ലേഡി എന്ത് ചെയ്യാണ്, ഒരു സാരി വാങ്ങിക്കുകയാണ്, അത് ചിലപ്പോൾ ഫിസിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കാം, അതായിരിക്കും ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, വിയറിങ് സംതിങ് ടു ലുക്ക് ബ്യൂട്ടിഫുൾ, അല്ലെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കിട്ടാനായിരിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സാരി വാങ്ങിക്കുകയാണെങ്കിൽ, ആ ഒരു ലേഡി ഒരു സാരി വാങ്ങിക്കുകയാണെങ്കിൽ അത് ബൈയിങ് മോട്ടീവ് ആണ്. അതായത് 3 രീതിയിലുള്ള ബൈയിങ് മോട്ടീവ്സ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത്. Okay, then this buying motives is a strong feeling. Buying motive എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഫീലിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ആൻഡ് ഡിസയർ ഓർ ഇമോഷൻ ദാറ്റ് മേക്ക് ദ ബയർ ടു ബൈ എ പ്രൊഡക്റ്റ്. ഒരു ബയ്യറെ അല്ലെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടാക്കുന്ന ആ ഇമോഷനെ അല്ലെങ്കിൽ ഒരു ഡിസയർ ആവാം, അല്ലെങ്കിൽ ഫീലിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഫീലിംഗ് ആവാം, അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആവാം. അതിനെയാണ് ബൈയിങ് മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു DJ ഡങ്കൻ പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ്, ബൈയിങ് മോട്ടീവ്സ് ആർ ദോസ് influences or considerations which provide the impulse to buy, induce action or determine choice in purchase of goods and services. അതായത് ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുന്ന ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ കൺസിഡറേഷൻസ്, നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉണ്ടാവുന്ന ഈ ഒരു ഇൻഫ്ലുവൻസ് സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്, ഈ പരിഗണനകൾ ഏതൊക്കെയാണ്, അതിനെയാണ് എന്ത് പറയുന്നത്, ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബൈയിങ് മോട്ടീവ്സ് ഈസ് ദ റീസൺസ് വൈ ബയേഴ്സ് ബൈ. ബയേഴ്സ് വാങ്ങിക്കുന്നതിന്റെ, ബൈ ചെയ്യുന്നതിന്റെ ഒരു റീസൺസിനെയാണ് എന്ത് പറയുന്നത്, ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ബൈയിങ് മോട്ടീവ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു ഇൻഡ്യൂസ് ആണ്, ഇൻഡ്യൂസ് എ കൺസ്യൂമർ ടു ബൈ എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കൺസ്യൂമേഴ്സിനെ സ്വാധീനിക്കുന്ന എന്താണോ അതിനെയാണ് ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ടൈപ്സ് ബൈയിങ് മോട്ടീവ്സ് ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇപ്പൊ ടൈപ്സ് ഓഫ് ബൈയിങ് മോട്ടീവ്സിൽ പറയുന്നുണ്ട്, മെയിൻ ആയിട്ട് 4 ടൈപ്സ് ബൈയിങ് മോട്ടീവ്സ് ആണുള്ളത്. ഒന്ന് ഇമോഷണൽ ആൻഡ് റാഷണൽ മോട്ടീവ്സ്, 2 പ്രൊഡക്റ്റ് ആൻഡ് പാട്രണേജ് മോട്ടീവ്, ഇൻഹറന്റ് ആൻഡ് ലേൺഡ് മോട്ടീവ്, ദെൻ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ബൈയിങ് മോട്ടീവ്സ്. ഇങ്ങനെ 4 മെയിൻ ആയിട്ടുള്ള ബൈയിങ് മോട്ടീവ്സ് ആണുള്ളത്. ഇനി ഓരോന്നിലും ഡിഫറെന്റ് ആയിട്ടുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ളത് നോക്കാം. അപ്പൊ ഇമോഷണൽ ആൻഡ് റാഷണൽ മോട്ടീവ്സ് ആണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇമോഷണൽ മോട്ടീവ് എന്താണെന്നുള്ളത് നോക്കാം. വെൻ എ കൺസ്യൂമർ ഡിസൈഡ് ടു ബൈ വിത്തൗട്ട് മച്ച് ലോജിക്കൽ തിങ്കിങ്, അതായത് ഒരുപാടൊന്നും ചിന്തിക്കാതെ എന്ത് ചെയ്യാണ്, ഒരു ഡിസിഷൻ എടുക്കണം. കൺസ്യൂമർ ഡിസൈഡ് ചെയ്യാണ് എന്തെങ്കിലും വാങ്ങിക്കാൻ, എന്തെങ്കിലും പ്രൊഡക്റ്റോ വാങ്ങിക്കാൻ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇമോഷണൽ മോട്ടീവ് എന്ന് പറയുന്നത്. അതായത് ഹിസ് ഡിസിഷൻ ഈസ് സെഡ് ടു ബി ഇമോഷണൽ. ഇമോഷണൽ ബൈയിങ് മോട്ടീവ്സ് ആർ ദ മോട്ടീവ്സ് വിച്ച് ആർ അഫക്റ്റഡ് ബൈ ദ ഫീലിംഗ് ഓഫ് ഹാർട്ട്. അതായത് നമ്മളുടെ ഹാർട്ടിന്റെ ഫീലിങ്ങിനെയാണ് എന്ത് ചെയ്യുന്നത്, അത് എഫക്ട് ചെയ്യുന്നത്, ഇത്തരം ബൈയിങ് മോട്ടീവ് എഫക്ട് ചെയ്യുന്നത്. അതായത് അതാണ് ഇമോഷണൽ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇമോഷണൽ മോട്ടീവ്സ്? ഇമോഷണൽ മോട്ടീവ്സ് ആർ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ്. കുറച്ച് ടൈപ്സ് ഓഫ് ഇമോഷണൽ മോട്ടീവ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഇമോഷണൽ മോട്ടീവ്സിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കില്ല, പെട്ടെന്നാണ് തീരുമാനങ്ങൾ എടുക്കുക, അല്ലെ. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളുടെ ഫീലിംഗ് ഓഫ് ഹാർട്ടാണ് എന്തെന്ന് പറയുന്നത് ഇമോഷണൽ മോട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ ടൈപ്സ് ഇമോഷണൽ മോട്ടീവ്സ് ഉണ്ട് എന്നുള്ളത് നോക്കാം. ഒന്നാമത് പറയുന്നതാണ് സെക്സ് ഓർ റൊമാൻസ് മോട്ടീവ്സ്. ഇപ്പൊ ഒരു ഫാൻസി ക്ലോത്തുകള്, കോസ്മെറ്റിക്സ്, പെർഫ്യൂംസ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ എന്ത് ചെയ്യാണ്, കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുന്നുണ്ട്. അത് എന്താണ്, അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഫാൻസി ക്ലോത്തുകൾ, കോസ്മെറ്റിക്സ് ഒക്കെ
അവർക്ക് അതിനൊക്കെ കൂടുതലായിട്ടുള്ള ഡിമാൻഡുകൾ ഉണ്ടാകുന്നത്. സോ മെൻ ഡ്രസ് ഇൻ ദയർ ബെസ്റ്റ് ടു അപ്പീൽ ടു വുമൺ ആൻഡ് വുമൺ പുട്ട് അട്രാക്റ്റീവ് ജ്വല്ലറി, ഫാൻസി ക്ലോത്ത്സ്, ഹെയർ ഡോസ്, പ്ലേസിംഗ് പെർഫ്യൂംസ് ആൻഡ് മേക്കപ്പ് ഇൻ എ മോഡേൺ സ്റ്റൈൽ ടു അപ്പീൽ ടു മെൻ. അതായത് മെൻ എന്ത് ചെയ്യാണ്, ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, നല്ല വെൽ ഡ്രസ്ഡ് ആകുന്നുണ്ട്. വുമൻസ് എന്ത് ചെയ്യാണ്, അട്രാക്റ്റീവ് ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സം എക്സാമ്പിൾസ് ഓഫ് ഈ ഒരു അപ്പീൽസിനുള്ള ഒരു എക്സാമ്പിൾസ്, സോ ഈ ഒരു മോട്ടീവിനുള്ള ഒരു എക്സാമ്പിൾസ് ആണ് പറയുന്നത്, അതിന്റെ അപ്പീൽസ് ആണ് പറയുന്നത്. ഇപ്പൊ പറയാണ്, എവരി വുമൻ ഹാസ് എ റൈറ്റ് ടു ലുക്ക് യങ്ങർ ദാൻ ഷീ ഈസ്. എന്താണ്, ഓരോ സ്ത്രീകൾക്കും അല്ലെ, സ്ത്രീകൾക്ക് പ്രായം കുറഞ്ഞതായിട്ട് കാണാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാ പറയുന്നത്. ദെൻ ഇറ്റ് ഗീവ്സ് യുവർ ഫേസ് എ സെക്സ് അപ്പീൽ. ഒരു സെക്സ് അപ്പീൽ ആ ഫേസിൽ കൊണ്ടുവരാൻ ഇത് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് പറയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ആ ഒരു പ്രൊഡക്റ്റ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വാങ്ങുന്നത്. അപ്പൊ അതാണ് ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത് പറയുന്നതാണ് ലവ് ഓഫ് അതേഴ്സ്, അതായത് അഫെക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. These motives plays an important part when parents purchase all kinds of things for their children. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്, ഈ മോട്ടീവ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് വഹിക്കുന്നത്. അതായത് പാരന്റ്സ് ആണ് കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത്. പാരന്റ്സ് പർച്ചേസ് ചെയ്യാണ് ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ്, അവരുടെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് ടോയ്സ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഫാൻസി ഗാർമെന്റ്സ്, അതർ പ്രസൻസ്, ഇൻഷുറൻസ് പോളിസീസ് എടുക്കാം, അവരുടെ ഫ്യൂച്ചർ നോക്കി കണ്ടുകൊണ്ട് എന്ത് ചെയ്യും, ഇൻഷുറൻസ് പോളിസീസ് എടുക്കാം. അപ്പോൾ പാരന്റ്സ് ആണ് ഇത് മെയിൻ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത്, ലവ് ഓഫ് അതേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾസ് ഓഫ് ഇറ്റ്സ് അപ്പീൽ എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ബിക്കോസ് യു ലവ് ദം പ്രൊട്ടക്ട് ദം. അതായത് അവിടെ എന്താണ്, അവര് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും എന്നാ പറയുന്നത്. അപ്പോൾ വേറൊരു അപ്പീൽ പറയുന്നത് എന്താ വെച്ചാൽ, വൈസ് മദേഴ്സ് ഗീവ് ദെയർ ഫാമിലിയെ നൗറിഷിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അതായത് ഒരു മദർ എന്ത് ചെയ്യാണ്, അവരുടെ ഫാമിലിക്ക് ഒരു പോഷകാഹാരങ്ങൾ അല്ലെ നൽകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് നൽകുന്നത്. അപ്പൊ ലവ് ഓഫ് അതേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് ഓഫ് ഇറ്റ്സ് അപ്പീൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് പാരന്റ്സ് ആണ് അവരുടെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ ഫ്യൂച്ചർ നോക്കിയിട്ട് പർച്ചേസ് നടത്തുന്നത്. ദെൻ നെക്സ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ സോഷ്യൽ ആക്സെപ്റ്റൻസ് മോട്ടീവ്സ് ആണ്. അതായത് എവറി ഇൻഡിവിജ്വൽ വാണ്ട്സ് ടു ഹാവ് റെസ്പെക്ട് ആൻഡ് ആക്സെപ്റ്റൻസ് ഫ്രം ദ ഗ്രൂപ്പ് ടു വിച്ച് ഹി ബിലോങ്സ്. അതായത് ഓരോ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഏതൊരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അവർക്ക് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്, അവർ ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിൽ റെസ്പെക്റ്റും അതുപോലെ തന്നെ ആക്സെപ്റ്റൻസും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഓരോരുത്തരുടെയും ഒരു വാണ്ട് എന്ന് പറയുന്നത്. സോ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദീസ് മോട്ടീവ് ടു മാർക്കറ്റേഴ്സ് യൂസ് അപ്പീൽസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്ദേശം മുതലെടുത്തുകൊണ്ട് ഈ മാർക്കറ്റേഴ്സ് ഈ താഴെ പറയുന്ന അപ്പീലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ മാർക്കറ്റേഴ്സ് പറയാണ്, യുവർ നെയ്ബേഴ്സ് ഷോപ്പ് ഹിയർ യു ഷുഡ് ടു എന്ന് പറയാണ്. അപ്പൊ അവരോട് പറയാണ് എന്താണ്, നിങ്ങളുടെ നെയ്ബേഴ്സും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്, നിങ്ങളും ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കൂ എന്നുള്ളത് പറയാണ്, ഷോപ്പ് ചെയ്യൂ എന്നുള്ളത് പറയാണ്. അപ്പൊ നമുക്ക് തോന്നും ആ ഒരു ഗ്രൂപ്പിൽ നമ്മളും അവിടെ ചെന്ന് വാങ്ങിക്കാം എന്നുള്ളത് തോന്നാണ്. അതുപോലെ തന്നെ ഇറ്റ് മേക്സ് യു എ നൈസ് ടു ബി നിയർ ഓൾ ഡേയ്സ് എന്ന് പറയുന്നു അല്ലെ. ഓരോ ദിവസവും എന്ത് ചെയ്യുന്നത്, അടുത്ത് വരുന്നത് സന്തോഷിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും എന്താണ്, നമ്മൾക്ക് അങ്ങനെ വാങ്ങിക്കാനായിട്ട് തോന്നും. അപ്പൊ അതാണ് അവർക്ക് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും അവിടെ ആ ഒരു എന്താ പറയാ ഗ്രൂപ്പിൽ തന്നെ റെസ്പെക്റ്റും ആക്സെപ്റ്റൻസും കിട്ടണം എന്നുള്ള ഒരു വാണ്ട് ഉണ്ടായിരിക്കാം. അതും ഒരു മോട്ടീവാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് വാനിറ്റി മോട്ടീവ്. വാനിറ്റി മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ people like to feel important in the society, among friends, in association clubs, to achieve status symbol. അപ്പോൾ ആളുകൾക്ക് അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ഇൻ ദ സൊസൈറ്റിയിൽ അവർ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ, അസോസിയേഷൻസിൽ, ക്ലബ്സിൽ, അങ്ങനെയുള്ള അവിടെയൊക്കെ എന്താണ് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഹെൻസ് ലേഡീസ്, എക്സാമ്പിൾ പറയുന്നത്, ഹെൻസ് ലേഡീസ് പർച്ചേസ് കോസ്റ്റ്ലി കോസ്റ്റ്യൂംസ്, ജ്വല്ലറി or join expensive clubs and have expensive home decoration object. ഇതൊക്കെ വാങ്ങിക്കുകയാണ്. കാരണം എന്താണ്, അവർക്ക് അവരുടെ ആ ഫ്രണ്ട്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ അസോസിയേഷൻസിന്റെ ഇടയിൽ, ക്ലബുകളുടെ ഇടയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പർച്ചേസ് അവർ നടത്തുന്നത്. ദെൻ മെൻസ് പർച്ചേസ് ടെലിവിഷൻ, കോസ്റ്റ്ലി ഫർണിച്ചർ, എയർ കണ്ടീഷണർ, സ്കൂട്ടേഴ്സ്, കാർസ്, പെർഫ്യൂംസ് ആൻഡ് അതർ വെറൈറ്റി ഗുഡ്സ്. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് വാനിറ്റി മോട്ടീവ്സിൽ വരുന്നത്. രണ്ട് രീതിയിൽ ലേഡീസും മെന്നും പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി അതിൽ ഉപയോഗിക്കുന്ന അപ്പീൽസ് എന്ന് പറയുന്നത്, ബി ദ ഫസ്റ്റ് ടു ഓൺ വൺ,
എന്താണ്, നമ്മളായിരിക്കണം, നിങ്ങളായിരിക്കണം എന്ത് ചെയ്യാണ് ഇവിടെ ഫസ്റ്റ് ഈ ഒരു സാധനം ഓൺ ചെയ്യുന്നതിൽ നിങ്ങൾ ആദ്യത്തെ ആളാകൂ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഡിസൈൻഡ് എക്സ്ക്ലൂസീവ്ലി വിത്തിൻ യു ഇൻ മൈൻഡ്, അല്ലെ, നിങ്ങളുടെ മനസ്സിൽ മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ, മാർക്കറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വാനിറ്റി ഉള്ള ഈ ഒരു മോട്ടീവ് ഉള്ള ആളുകളാണ് അത് കൂടുതലായിട്ട് വാങ്ങിക്കുക. അതായത് അവർക്ക് ആ ഒരു ഫ്രണ്ട്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ അസോസിയേഷന്റെ ഇടയിൽ ഒന്നുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നണം, അത് നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളൂ എന്നുള്ളത് അവർക്ക് തോന്നണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത്തരം മോട്ടീവാണ് വാനിറ്റി മോട്ടീവ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റീക്രിയേഷൻ ആൻഡ് റിലാക്സേഷൻ മോട്ടീവ്. അതായത് പീപ്പിൾ പർച്ചേസ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് മെറ്റീരിയൽസ്, ഇൻഡോർ ഗെയിം, ഹോഴ്സ് റേസിംഗ്, ടിക്കറ്റ്സ് ഫോർ സിനിമ, റെക്കോർഡ് പ്ലേയേഴ്സ്, മാഗസീൻസ് എക്സെട്ര. എക്സാമ്പിൾസ് ഓഫ് അപ്പീൽസ് എന്ന് പറയുന്നത് ക്വൈറ്റ് ഹെവൻ ഫോർ യു ടു സ്പെൻഡ് യുവർ ഹോളിഡേസ്, കം ആൻഡ് സ്റ്റേ വിത്ത് അശോക എന്ന് പറയാണ്. അതായത് റീക്രിയേഷൻ ആൻഡ് റിലാക്സേഷൻ മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനോദം അല്ലെങ്കിൽ വിശ്രമം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വിനോദത്തിനും വിശ്രമത്തിനും അങ്ങനെയുള്ള ഒരു മോട്ടീവുള്ള ആളുകളാണെങ്കിൽ കൂടുതലായിട്ട് സ്പോർട്സ് ആൻഡ് ഗെയിംസ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും, അല്ലെ. ഇൻഡോർ ഗെയിംസിന്, ഹോഴ്സ് റേസിംഗിന്, സിനിമസിന് ടിക്കറ്റ്സ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അവരെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്പീൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മാർക്കറ്റേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അപ്പീൽ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അവധിക്കാലം ചെലവഴിക്കാൻ ശാന്തമായിട്ടുള്ള സ്വർഗത്തിലേക്ക് വരിക, അത് അശോകയിൽ താമസിക്കുക എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ റെസ്റ്റോറന്റ് ആയിരിക്കാം, അവരെന്ത് ചെയ്യാണ് ആ ഒരു കോട്സ് പറയാണ്, ഒരു അപ്പീൽ പറയുകയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു, നമുക്കൊരു മോട്ടീവ് ഉണ്ടാവും അവിടേക്ക് ചെല്ലുക എന്നുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് എന്താ പറയുക, ഇപ്പോൾ ചിലപ്പോൾ മെറ്റീരിയൽസ്, ഈ ഒരു സ്പോർട്സ് ആൻഡ് ഗെയിംസ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഷോപ്പുകളാവാം. അപ്പൊ അവരൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ചെന്നിട്ട് അത് വാങ്ങിക്കുകയാണ് ചെയ്യുക. അതിനെയാണ് റീക്രിയേഷൻ ആൻഡ് റിലാക്സേഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ വരുന്നത് ക്യൂരിയോസിറ്റി മോട്ടീവ് ആണ്. അതായത് അഡോളസൻസ്, ബോയ്സ് ആൻഡ് ഗേൾസുകൾ ഉണ്ടായിരിക്കും, അല്ലെ, ആൻഡ് ഈവൻ അഡൾട്ട്സ് ആർ ക്യൂരിയസ് അബൌട്ട് സെർട്ടൺ തിങ്സ്. ചില കാര്യങ്ങളിൽ ഈ ഒരു അഡൾട്ട്സിന്, ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അഡൾട്ട്സ് ആയിക്കോട്ടെ, ചിലർക്ക് എന്തുണ്ടായിരിക്കും, ക്യൂരിയസ് ആയിരിക്കും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, അല്ലെ. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഓൾഡ് പെയിന്റിങ്സിലായിരിക്കാം, ഓൾഡ് കോയിൻസ്, ബ്ലൂ ഫിലിംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കാം. അപ്പൊ അതിനു വേണ്ടി മാർക്കറ്റേഴ്സ് ഉപയോഗിക്കുന്ന അപ്പീൽസ് ഏതൊക്കെയാ നോക്കാം. ഇപ്പൊ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്, ഫോർ അഡൾട്ട്സ് ഓൺലി, അല്ലെങ്കിൽ സംതിങ് ന്യൂ ഹാസ് ബീൻ ആഡഡ്, കം ആൻഡ് സീ എന്നൊക്കെ കാണിക്കുമ്പോൾ നമ്മൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ ആ ക്യൂരിയോസിറ്റി അതാണ് ക്യൂരിയോസിറ്റി മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അപ്പീൽസ് കൊടുക്കുമ്പോൾ അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നു, അതിനെ ക്യൂരിയോസിറ്റി മോട്ടീവ് എന്ന് പറയുന്നത്. ദെൻ ഇമുലേറ്റ് മോട്ടീവ് ആണ്. ഇമുലേറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ടു ബൈ വാട്ട് ഈസ് റിപ്പോർട്ടഡ് ടു ബി യൂസ്ഡ് ബൈ ഗ്രേറ്റ് പീപ്പിൾ ഹൂസ് ഒപ്പീനിയൻ മാറ്റർ. അതായത് മഹാനായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ ചില ആളുകൾ വാങ്ങിക്കണം എന്ന് തോന്നും നമുക്ക്. ഒരു എക്സാമ്പിൾ പറയാനുള്ളത്, സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നുണ്ട്, ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി, അല്ലെ. ആ ഒരു പരസ്യം കാണുമ്പോൾ അങ്ങനെ പറയുമ്പോൾ, വലിയൊരാളാണ് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നുകയാണ് അത് നല്ലതാണ് എന്നുള്ളത് തോന്നുകയാണ്. അതിനെയാണ് അതേപോലെ അനുകരിക്കുക എന്നാണ് പറയുക. അതാണ് ഇമുലേറ്റ് മോട്ടീവ്. അവർ ചെയ്യുന്നത് അതേപോലെ അനുകരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് മോട്ടീവ്, നമുക്കൊരു മോട്ടീവ് ഉണ്ടാവും. അതിനെയാണ് ഇമുലേറ്റ് മോട്ടീവ് എന്ന് പറയുന്നത്. ദെൻ കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് മോട്ടീവ്. അതായത് മോസ്റ്റ് പീപ്പിൾ ലൈക്ക് ടു ഡു എവറിത്തിങ് ഇൻ എൻ ഈസി വേ ആൻഡ് ഇൻ കംഫർട്ട്. അതായത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസിന് ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്, എല്ലാതും ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ. എവറിത്തിങ് ഇൻ എൻ ഈസി വേ ആൻഡ് ഇൻ കംഫർട്ട് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത്തരം മോട്ടീവുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, ഹെൻസ് ദിസ് മോട്ടീവ് മേ ബി വെൽ എക്സ്പ്ലോയിറ്റഡ് ബൈ ദ മാർക്കറ്റേഴ്സ്. ഈ ഒരു മോട്ടീവിനെ നന്നായിട്ട് മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. പർട്ടിക്കുലർലി ഫോർ സെല്ലിംഗ് ലക്ഷറി ഐറ്റംസ്, വാഷിംഗ് മെഷീൻസ്, അതുപോലെ തന്നെ വാക്യൂം ക്ലീനേഴ്സ്, പ്രഷർ കുക്കേഴ്സ്, ഇലക്ട്രോൺ അയേൺസ്, എയർ കണ്ടീഷണേഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ലക്ഷറി ഐറ്റംസ് ഒക്കെ സെല് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റേഴ്സ് ഇത് കൂടുതലായിട്ട് ഈ ഒരു മോട്ടീവിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതാണ് കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള മോട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ മോട്ടീവ്സ് നോക്കി, ഈ ഒരു ഇമോഷണൽ മോട്ടീവ്സിൽ മെയിൻ ആയിട്ട് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഒന്നാമത് സെക്സ് ഓർ റൊമാൻസ് മോട്ടീവ് ആണ്, 2 ലവ് ഓഫ് അതേഴ്സ്, 3 സോഷ്യൽ ആക്സെപ്റ്റൻസ് മോട്ടീവ്സ്, വാനിറ്റി മോട്ടീവ്, ദെൻ റീക്രിയേഷൻ ആൻഡ് റിലാക്സേഷൻ മോട്ടീവ്, ദെൻ ക്യൂരിയോസിറ്റി മോട്ടീവ്, ദെൻ നെക്സ്റ്റ് വരുന്ന ഇമുലേറ്റ് മോട്ടീവ്, കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് മോട്ടീവ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റാഷണൽ മോട്ടീവ്. ഈ ഒരു റാഷണൽ മോട്ടീവിൽ പറയുന്നത്
when a buyer decide to buy after careful consideration or logical thinking. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇമോഷണൽ മോട്ടീവിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റാഷണൽ മോട്ടീവ് എന്ന് പറയുന്നത്. അതായത് ബയേഴ്സ് ഡിസൈഡ് ചെയ്യാണ് ടു ബൈ ആഫ്റ്റർ കെയർഫുൾ കൺസിഡറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഇമോഷണൽ മോട്ടീവ്സിൽ ഒരു കെയർഫുൾ ആയിട്ടുള്ള കൺസിഡറേഷനോ കൂടുതലായിട്ടുള്ള ലോജിക്കൽ തിങ്കിങ്ങോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ റാഷണൽ മോട്ടീവില് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കെയർഫുൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയും കൂടുതലായി ലോജിക്കൽ തിങ്കിങ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഹിസ് ഡിസിഷൻ ഈസ് സെഡ് ടു ബി റാഷണൽ ആയിരിക്കും. അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ്, റാഷണൽ ആയിരിക്കും. സോ ദസ് റാഷണൽ ബൈയിങ് മോട്ടീവ്സ് ആർ മോട്ടീവ്സ് വെർ എ കൺസ്യൂമർ ടേക്ക് ദ ഡിസിഷൻ ഓഫ് പർച്ചേസിംഗ് എ പ്രോഡക്റ്റ് ബൈ ഹിസ് ഹെഡ് ആൻഡ് മൈൻഡ്. അവരുടെ മൈൻഡിൽ വരുന്നത് പോലെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, ഈ ഒരു പർച്ചേസിംഗ് ഡിസിഷൻ എടുക്കുക. ഇൻ മേക്കിംഗ് റാഷണൽ പർച്ചേസ് ദ കൺസ്യൂമർ കൺസിഡർ. ഈ ഒരു റാഷണൽ പർച്ചേസ് നടത്താൻ കൺസ്യൂമർ എന്തൊക്കെ കൺസിഡർ ചെയ്യുന്ന പറയുന്നത്, പ്രൈസ്, ഡ്യൂറബിലിറ്റി, ഡിപ്പെൻഡബിലിറ്റി, എഫിഷ്യൻസി, കൺവീനിയൻസ്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കൺസ്യൂമർ റാഷണൽ പർച്ചേസ് നടത്തുള്ളൂ. അപ്പൊ റാഷണൽ മോട്ടീവ്സ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. അപ്പൊ റാഷണൽ മോട്ടീവ്സിൽ ഒന്നാമത് പറയുന്നത് മോണിറ്ററി ഗെയിൻ ആണ്. അതായത് ഓൾമോസ്റ്റ് ഓൾ ബയേഴ്സ് വുഡ് ലൈക്ക് ടു ഗെറ്റ് മോണിറ്ററി ബെനിഫിറ്റ്സ് ഓർ ടു പർച്ചേസ് ബെറ്റർ. അതായത് ഓൾമോസ്റ്റ് എല്ലാ ബയേഴ്സിനും മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ട്സ് അറ്റ് എ കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റിൽ, അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റിൽ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. സോ സം എക്സാമ്പിൾസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മാർക്കറ്റേഴ്സ് കൊടുക്കുന്ന കുറച്ച് അപ്പീൽസ് എന്തൊക്കെയാണ് നോക്കാം. അതായത് കോഡ്സ് ആയിട്ട് പറയുന്നുണ്ട്, ഷോപ്പ് അറ്റ് അവേഴ്സ്, ഗെറ്റ് ദ ചോയ്സസ്റ്റ് പ്രൊഡക്റ്റ് അറ്റ് ദ ചീപ്പസ്റ്റ് പ്രൈസ്. അല്ലെ, നമ്മളുടെ അടുത്തുനിന്ന് ഷോപ്പ് ചെയ്യൂ, നമുക്ക് നമ്മുടെ ചോയ്സസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ചീപ്പസ്റ്റ് പ്രൈസിൽ കിട്ടുമെന്ന് പറയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ആ ഒരു ഷോപ്പിൽ കയറും അല്ലെ. അതുപോലെ തന്നെ ബമ്പർ സെയിലായിട്ട് 20% ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കുക. അപ്പൊ ഒരു ബമ്പർ സെയിലാണ് 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവർ കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആണ് തോന്നുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മോണിറ്ററി ഗെയിൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ ഷോപ്പ് ചെയ്യും. അപ്പൊ അതാണ് ഒരു മോട്ടീവ്. അപ്പൊ മോണിറ്ററി ഗെയിൻ ആണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ ആൻഡ് യൂസ്. അതായത് മോസ്റ്റ് ബയേഴ്സ് ബൈ പ്രൊഡക്ട്സ് വിച്ച് ഫംഗ്ഷൻ എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. അതായത് കൂടുതലായിട്ടും ആളുകൾ ബയേഴ്സ് വാങ്ങിക്കുന്നത് കൂടുതൽ കാര്യക്ഷമതയുള്ളതും അതുപോലെ തന്നെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കൂടുതലായിട്ട് വാങ്ങിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൈഫ് ഷാർപ്പനേഴ്സ്, അതുപോലെ തന്നെ റേസേഴ്സ്, ഗ്രൈൻഡേഴ്സ് ഇൻ ദ കിച്ചൺ ആൻഡ് ഇൻ ദ ഓഫീസേഴ്സ്. ഇതിനൊരു എക്സാമ്പിൾസ് ഓഫ് അപ്പീൽസ് എന്ന് പറയുന്നത് ഫാബ്രിക്സ് ദാറ്റ് നെവർ നീഡ്സ് അയേണിങ്. അതായത് എന്താണ്, അയൺ ചെയ്യാത്ത തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ പുഷ് ബട്ടൺ കൺട്രോൾ ഉണ്ട് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ ആൻഡ് യൂസിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡിപ്പെൻഡബിലിറ്റി മോട്ടീവ്. അതായത് ഇറ്റ് കമ്പൽസ് ഇൻ ഇൻഡിവിജ്വൽ ടു ബൈ ടു സാറ്റിസ്ഫൈ ഹിസ് ഡിസയർ ടു ഒബ്റ്റെയിൻ ക്വാളിറ്റി ഗുഡ്സ് ഓഫ് റിലയബിൾ ആൻഡ് ഡ്യൂറബിൾ നാച്ചർ. അതായത് റിലയബിളും അതുപോലെ തന്നെ ഡ്യൂറബിൾ നാച്ചുറൽ ആയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ഇൻഡിവിജ്വൽസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിപ്പെൻഡബിലിറ്റി മോട്ടീവ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് ടു ബൈ ടു സാറ്റിസ്ഫൈ ഹിസ് ഡിസയർ ടു ഒബ്റ്റെയിൻ ക്വാളിറ്റി ഗുഡ്സ്, അതുപോലെ തന്നെ റിലയബിളും ഡ്യൂറബിൾ നാച്ചുറൽ ആയിട്ടുള്ള ക്വാളിറ്റി ഗുഡ്സുകൾ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു ഡിസയർ ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾസ് ഇതിനൊരു അപ്പീൽ എന്ന് പറയുന്നത് എ ലൈഫ് പാർട്ട്ണർ, അല്ലെ, ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് മോസ്റ്റ് ഡിപ്പെൻഡബിൾ ഫോർ ഹെൽത്ത്. ഇത് കൂടുതലായിട്ട് നിങ്ങളുടെ ഹെൽത്തിന് ഡിപ്പെൻഡബിൾ ആണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ അതൊരു ഡിപ്പെൻഡബിലിറ്റി മോട്ടീവാണ്. അതായത് ഒരാൾ ഡിപ്പെൻഡബിൾ ആണ് എന്നുള്ളത് പറയുമ്പോഴാണ് ഡിപ്പെൻഡബിലിറ്റി മോട്ടീവ് എന്ന് പറയുന്നത്. നമുക്ക് തോന്നുകയാണ് ഡിപ്പെൻഡന്റ് ആണ് എന്ന് തോന്നുകയാണ്. അപ്പൊ അതാണ് ഡിപ്പെൻഡബിലിറ്റി മോട്ടീവ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് ടു ബൈ ടു സാറ്റിസ്ഫൈ ഡിസയർ ടു ഒബ്റ്റെയിൻ ക്വാളിറ്റി ഗുഡ്സ്. അത് ക്വാളിറ്റി ഗുഡ്സ് മാത്രമല്ല, റിലയബിളും ആയിരിക്കണം, ഡ്യൂറബിൾ നാച്ചുറൽ ആയിരിക്കണം. അപ്പൊ അതാണ് റാഷണൽ മോട്ടീവിലെ വരുന്ന ഡിപ്പെൻഡബിലിറ്റി മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് റാഷണലിൽ ഉള്ളത്. 1 മോണിറ്ററി ഗെയിന്, 2 എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ ആൻഡ് യൂസ്, ദെൻ 3 ഡിപ്പെൻഡബിലിറ്റി മോട്ടീവ്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു ടൈപ്പ് പറയുകയാണ് പ്രൊഡക്റ്റ് ആൻഡ് പാട്രണേജ് മോട്ടീവ്. അതായത് പ്രൊഡക്റ്റ് മോട്ടീവ് എന്ന് പറയുന്നത് ഇറ്റ് റിഫേഴ്സ് ടു ദോസ് ഇൻഫ്ലുവൻസസ് ആൻഡ് റീസൺസ് വിച്ച് മേക്ക് ദ കൺസ്യൂമർ ടു ബൈ എ സർട്ടൻ പ്രൊഡക്റ്റ് ഇൻ പ്രിഫറൻസ് ടു അനദർ.
അതായത് പ്രൊഡക്റ്റ് മോട്ടീവ് റെഫർ ചെയ്യുന്നത് ഇൻഫ്ലുവൻസസ് അതുപോലെ തന്നെ റീസൺസ് ആണ്. കൺസ്യൂമേഴ്സിന് ഒരു സെർട്ടൺ പ്രൊഡക്റ്റ് മറ്റ് പ്രൊഡക്റ്റിനേക്കാളും പ്രിഫറൻസ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉണ്ടായിട്ടുള്ള കൺസ്യൂമേഴ്സിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് അല്ലെങ്കിൽ റീസൺ എന്താണ്, അതിനെയാണ് പ്രൊഡക്റ്റ് മോട്ടീവ് എന്ന് പറയുന്നത്. അതിൽ പ്രൈമറി പ്രൊഡക്റ്റ് മോട്ടീവ് ഉണ്ട്, സെലക്റ്റീവ് പ്രൊഡക്റ്റീവ് മോട്ടീവ് ഉണ്ട്. പ്രൈമറി പ്രൊഡക്റ്റ് മോട്ടീവ് പറയുന്നത് ദിസ് മോട്ടീവ് ഇൻഡ്യൂസ് എ കൺസ്യൂമർ ടു പർച്ചേസ് ജനറൽ ക്ലാസ് ഓഫ് ദ പ്രൊഡക്റ്റ്. These motives relate to the basic needs of people like hunger, thirst, sleep, etc. അപ്പൊ ഈ ഒരു പ്രൈമറി പ്രൊഡക്റ്റ് മോട്ടീവ് എന്ന് പറയുന്നത് ഒരു പർച്ചേസ് ചെയ്യുന്നത് ജനറൽ ക്ലാസ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. അതായത് ഈ ഒരു മോട്ടീവ് റിലേറ്റ് ചെയ്യുന്നത് ആളുകളുടെ ബേസിക് നീഡ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഹങ്കർ ആയിരിക്കാം, അതുപോലെ തന്നെ തേഴ്സ്റ്റ്, സ്ലീപ്പ്, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പ്രൈമറി പ്രൊഡക്റ്റ് മോട്ടീവ്. ഇനി രണ്ടാമത് പറയുന്നത് സെലക്റ്റീവ് പ്രൊഡക്റ്റ് മോട്ടീവ് ആണ്. അത് ഇത്തരം മോട്ടീവ്സ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ബ്രാൻഡ് അല്ലെ, അതുപോലെ തന്നെ ഐറ്റംസ് വിൽ പർച്ചേസ് ഫ്രം ജനറൽ ക്ലാസ് തന്നെ എന്ത് ചെയ്യാണ്, ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് പറഞ്ഞ് പർച്ചേസ് ചെയ്യണമെങ്കിൽ സെലക്റ്റീവ് ആവുകയാണ്. അപ്പൊ അതിനെയാണ് സെലക്റ്റീവ് പ്രൊഡക്റ്റ് മോട്ടീവ് എന്ന് പറയുന്നത്. ദെൻ അപ്പൊ ഇങ്ങനെ പ്രൊഡക്റ്റ് മോട്ടീവ് രണ്ടെണ്ണാണുള്ളത്, പ്രൈമറി പ്രൊഡക്റ്റ് മോട്ടീവ്, സെലക്റ്റീവ് പ്രൊഡക്റ്റ് മോട്ടീവ്. സപ്പോസ് ഇവിടെ പറയുന്നത്, സപ്പോസ് എ പ്രൊഫസർ വാണ്ട്സ് ടു പർച്ചേസ് എ സ്കൂട്ടർ but his wife decide to have a refrigerator. They may decide to purchase a scooter. അപ്പോൾ ഇവിടെ ഒരു പ്രൊഫസർ എന്ത് ചെയ്യാണ്, ഒരു സ്കൂട്ടർ പർച്ചേസ് ചെയ്യാന്ന് പറയാണ്, അവരുടെ വൈഫ് എന്ത് ഡിസൈഡ് ചെയ്യാണ്, റെഫ്രിജറേറ്റർ പർച്ചേസ് ചെയ്യാന്ന് പറയാണ്. പക്ഷെ ദേ മേ ഡിസൈഡ് ടു പർച്ചേസ്, ഒരു സ്കൂട്ടർ പർച്ചേസ് ചെയ്യാന്ന് എന്ത് ചെയ്യും, അവർ ഡിസൈഡ് ചെയ്യും. ദ ഡിസിഷൻ ടു പർച്ചേസ് എ സ്കൂട്ടർ എന്ന് പറയുന്നത് പ്രൈമറി പ്രൊഡക്റ്റ് മോട്ടീവ് ആണ് അല്ലെ. രണ്ട് കാര്യങ്ങളും രണ്ട് മോട്ടീവ് വന്നു. അതില് സ്കൂട്ടർ പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് എന്തായി, പ്രൈമറി പ്രൊഡക്റ്റ് മോട്ടീവ് ആയി. ഇനി വൺസ് എ ഡിസിഷൻ ടു പർച്ചേസ് എ സ്കൂട്ടർ ഈസ് മെയ്ഡ്, അഡീഷണൽ ഡിസിഷൻ മസ്റ്റ് ബി മെയ്ഡ് റിഗാർഡിംഗ് ദ ബ്രാൻഡ്, കളർ ആൻഡ് മോഡൽ ഓഫ് ദ സ്കൂട്ടർ ടു ബി പർച്ചേസ്ഡ്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു ഡിസിഷൻ എടുത്തു, ഡിസിഷൻ ടു പർച്ചേസ് എ സ്കൂട്ടർ മെയ്ഡ്, അതിന്റെ കൂടെ നമ്മളൊരു അഡീഷണൽ ഡിസിഷൻ കൂടെ എടുക്കുകയാണ്. അതായത് ആ സ്കൂട്ടർ ഏത് ബ്രാൻഡിന്റെ ആവണം, ഏത് കളർ ആവണം, ഏത് മോഡൽ ആവണം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, തീരുമാനിക്കും. അതാണ് അഡീഷണൽ ഡിസിഷൻ. അപ്പോൾ ദ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ദ ഡിസിഷൻ ടു ബൈ എ പർട്ടിക്കുലർ സ്കൂട്ടർ, അതായത് ഈ ഒരു പർട്ടിക്കുലർ സ്കൂട്ടർ വാങ്ങിക്കാന് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഫാക്ടറിനെ ഫ്രം എമംഗ്, അവിടെ പറയുന്നുണ്ട് എക്സാമ്പിൾ ബജാജ് എന്ന് പറയുന്നുണ്ട്, ഫ്രം എമംഗ് വേരിയസ് ബ്രാൻഡ്സ് ഓർ മോഡൽ ഈസ് നോൺ എസ് സെലക്റ്റീവ് പ്രൊഡക്റ്റ് മോട്ടീവ്. അതായത് വേരിയസ് ബ്രാൻഡുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മോഡൽസ് ഉണ്ടായിരിക്കാം, അതിൽ നിന്ന് നമ്മൾ ഒരു പർട്ടിക്കുലർ സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സെലക്റ്റീവ് പ്രൊഡക്റ്റ് മോട്ടീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സ്കൂട്ടർ, ഇപ്പൊ നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ പറയാം, നേരത്തെ രണ്ട് പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സ്കൂട്ടർ വാങ്ങിക്കുക എന്ന് പറയുന്നത് പ്രൈമറി ഡിസിഷൻ ആണെന്ന് പറഞ്ഞു. ഇനി അത് ഏത് ബ്രാൻഡിന്റെ ആയിരിക്കണം, അതുപോലെ തന്നെ ഏത് കളർ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതാണ് സെലക്റ്റീവ് പ്രൊഡക്റ്റ് മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് പാട്രണേജ് മോട്ടീവ്. അതായത് ദീസ് ആർ ദ മോട്ടീവ്സ് വിച്ച് ഡിറ്റർമിൻ വേർ ഓർ ഫ്രം ഹോം പ്രൊഡക്റ്റ് ആർ പർച്ചേസ്ഡ്. എവിടെ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നെടുക്കുന്ന തീരുമാനത്തെയാണ് എന്ത് പറയുന്നത്, പാട്രണേജ് മോട്ടീവ് എന്ന് പറയുന്നത്. അതായത് ദീസ് ആർ ദ കൺസിഡറേഷൻസ് വിച്ച് ഇൻഡ്യൂസ് എ ബയർ ടു ബൈ ഗുഡ്സ് ഫ്രം സ്പെസിഫിക് ഷോപ്സ്. അതായത് ഇത് കൺസിഡറേഷൻസ് ആണ്, കൺസിഡറേഷൻ വെച്ച് ഒരു ബയ്യറിനെ ഇൻഡ്യൂസ് ചെയ്യാൻ ഈ ഒരു സ്പെസിഫിക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് ബയ്യറിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന കൺസിഡറേഷൻസ് ആണ് പാട്രണേജ് മോട്ടീവ് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെയാണ് ഇനി പാട്രണേജ് മോട്ടീവ്സ് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലൊന്നാമത് പറയുന്നതാണ് പ്രൈസ്. പ്രൈസിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻകം ഈസ് ലിമിറ്റഡ്, എൻ ഇൻഡിവിജ്വൽ വുഡ് ലൈക്ക് ടു പർച്ചേസ് ചീപ്പ് പ്രൊഡക്ട്സ് ഓർ അറ്റ് ഡിസ്കൗണ്ട്. ഇപ്പൊ ഒരു ഇൻകം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണെങ്കിൽ, ഇൻകം ലിമിറ്റഡ് ആകുമ്പോൾ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും, കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്, ചീപ്പ് പ്രൊഡക്ട്സുകളായിരിക്കും, ഡിസ്കൗണ്ടിലായിരിക്കും പർച്ചേസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അപ്പീൽസുകൾ അവരെ അട്രാക്ട് ചെയ്യും കൂടുതലായിട്ട്. അതായത് പ്രൈസ് സ്ലാഷ്ഡ് ബൈ 30%, അതുപോലെ തന്നെ ഓൾഡ് പ്രൈസ് ₹350, ടുഡേസ് പ്രൈസ് ₹190 ഓൺലി എന്നൊക്കെ പറയുമ്പോൾ പ്രൈസിലാണ്, പ്രൈസ് എന്ത് ചെയ്യാണ്, ചീപ്പ് പ്രൊഡക്ട്സ് ഡിസ്കൗണ്ടിന് കിട്ടുകയാണ്.
അപ്പോൾ അത് ഒരു കീ പാട്രണേജ് മോട്ടീവാണ്. ആ ഒരു കാര്യം കേൾക്കുമ്പോൾ, പ്രൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡിസ്കൗണ്ടിൽ കിട്ടും എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ആ ഒരു ബയ്യറെ എന്ത് ചെയ്യാണ്, ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫാക്ടർ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാട്രണേജ് മോട്ടീവാണ്. ദെൻ ലൊക്കേഷൻ ആണ്. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നിയറസ്റ്റ് ടു വൺസ് റെസിഡൻസ് മേ ഇൻഡ്യൂസ് പീപ്പിൾ ടു ബൈ ഫ്രം എ പർട്ടിക്കുലർ സ്റ്റോർ വിച്ച് മേ സേ. അതായത് ലൊക്കേഷൻ നിയറസ്റ്റ് ആയിരിക്കണം അല്ലെ, ലൊക്കേഷൻ ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി, അതുപോലെ തന്നെ ആക്സസിബിൾ ഫ്രം ഓൾ സൈഡ്സ്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ലൊക്കേഷൻ നമ്മൾ നോക്കും. അത് സിറ്റിയുടെ ഒരു ഹൃദയഭാഗത്താണ് അത് ഉള്ളത്, അതുപോലെ തന്നെ എല്ലാ സൈഡിൽ നിന്നും ആക്സസിബിൾ ആണ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കൂടുതലായിട്ട് ആ ഒരു സ്ഥലത്ത് പോകാനായിട്ട് പർട്ടിക്കുലർ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും. ദെൻ ക്വാളിറ്റി ആണ്. ഇറ്റ് അപ്പീൽസ് സം കസ്റ്റമേഴ്സ് ടു ബൈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഗുഡ്സ്. കോസ്റ്റ്ലി ആണെങ്കിലും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഗുഡ്സ് വാങ്ങിക്കാനായിട്ട് ചില കസ്റ്റമേഴ്സിന് മോട്ടീവ്സ് ഉണ്ടായിരിക്കും. അപ്പൊ യൂഷ്വൽ അപ്പീൽസ്, അവർ ഉപയോഗിക്കുന്ന യൂഷ്വൽ അപ്പീൽസ് എന്ന് പറയുന്നത് വി ഗ്യാരണ്ടി പ്രൈസ് ബാക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഇല്ല എന്നറിയുകയാണെങ്കിൽ പ്രൈസ് ബാക്ക് ഉണ്ട്. അതുപോലെ തന്നെ വി ഗ്യാരണ്ടി എവരി പ്രോഡക്റ്റ് ആസ് വെൽ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളെല്ലാവരും ആ ഒരു കസ്റ്റമേഴ്സ് ആ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങിക്കും. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ദെൻ വെറൈറ്റി ആണ്. അതായത് സം പീപ്പിൾ മേ ബൈ പ്രോഡക്ട്സ് ഫ്രം എ പർട്ടിക്കുലർ ഷോപ്പ്. അതായത് ചില ആളുകൾ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് ബിക്കോസ് ഓഫ് വെറൈറ്റി ഓഫ് ഗുഡ്സ് അവൈലബിൾ, അവിടെ അവൈലബിൾ ആകുന്നത്, വെറൈറ്റി ഓഫ് ഗുഡ്സ് അവൈലബിൾ ആവുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ വെറൈറ്റി എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന അപ്പീൽസ് എന്ന് പറയുന്നത് വി ഹാവ് ദ ലാർജസ്റ്റ് സെലക്ഷൻ ഇൻ ടൗൺ അല്ലെ, ഒരു ലാർജസ്റ്റ് സെലക്ഷൻ ഉണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ അവിടെ വെറൈറ്റീസ് അവൈലബിൾ ആവും നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഷോപ്പ് തിരഞ്ഞെടുക്കുകയാണ് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് വെറൈറ്റി എന്ന് പറയുന്നത്. ദെൻ സർവീസസ് ആണ്. സർവീസസ് ലൈക്ക് ഹോം ഡെലിവറി, അതുപോലെ തന്നെ ക്രെഡിറ്റ്, ഗുഡ്സ്, ഗിഫ്റ്റ്, ഫ്രീ സർവീസസ് ഒക്കെ ഉണ്ടെങ്കിൽ മേ ഇൻഡ്യൂസ് പീപ്പിളിനെ എന്ത് ചെയ്യാൻ സ്വാധീനിക്കുകയാണ്. പീപ്പിൾ ടു ബൈ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ അവർ സ്വാധീനിക്കുന്നു. അവിടെ ഉപയോഗിക്കുന്ന അപ്പീൽസ് എന്ന് പറയുന്നത് ഫ്രീ ഹോം ഡെലിവറി വിത്തിൻ ദ ടൗൺ, അതുപോലെ തന്നെ വി സർവീസ്, വാട്ട് വി സെൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് മാർക്കറ്റേഴ്സ് ഉപയോഗിക്കുന്ന അപ്പീൽസ് എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവും. ദെൻ പേഴ്സണാലിറ്റി ഓഫ് ദ ഓണർ ഓർ സെയിൽസ്മാൻ ആണ്. അതായത് ഈവൻ ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഓണർ ഓർ സെയിൽസ്മാൻ മൈ ഇൻഡ്യൂസ് സം പീപ്പിൾ ടു ബൈ ഗുഡ്സ് ഫ്രം പർട്ടിക്കുലർ സ്റ്റോർ. അതായത് ചില ആളുകളുടെ ഈ ഓണേഴ്സിന്റെയും അതുപോലെ തന്നെ സെയിൽസ്മാൻസിന്റെയും പേഴ്സണാലിറ്റി കണ്ടുകൊണ്ടും പല ആളുകളും പർട്ടിക്കുലർ സ്റ്റോറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് തെരഞ്ഞെടുക്കുന്നുണ്ട്. അതാണ് പേഴ്സണാലിറ്റി ഓഫ് ദ ഓണർ ഓർ സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ഈ ഒരു പാട്രണേജ് മോട്ടീവ്സ് ആണ് നമ്മൾ പറഞ്ഞത്. മോട്ടീവ്സിൽ വരുന്ന കുറച്ച് പാട്രണേജ് മോട്ടീവ്സിൽ വരുന്ന കീ പാട്രണേജ് മോട്ടീവ്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇൻഹെറന്റ് ആൻഡ് ലേൺഡ് മോട്ടീവ്സ്. അതായത് ഇൻഹെറന്റ് മോട്ടീവ് എന്താന്ന് പറയുന്നുണ്ട്, ദീസ് ആർ ദോസ് വിച്ച് കം ഫ്രം ദ physiological or the basic needs of such as hunger, thirst, sleep, sex, etc. ഈ ഒരു നീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്നത് ബേസിക് നീഡ്സ് ആണ്. ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഹങ്കർ, അതുപോലെ തന്നെ സ്ലീപ്പ്, അതുപോലെ തന്നെ തേഴ്സ്റ്റ്, സെക്സ്, ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ദീസ് ആർ ദ മോട്ടീവ്സ് ഫോർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് വിച്ച് എ കൺസ്യൂമർ മേക്ക് ഹിസ് ബെസ്റ്റ് എഫേർട്സ്. അതായത് ഇതെന്ന് പറയുന്ന മോട്ടീവ്സ് ആണ്. അതായത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ, അതായത് ബെസ്റ്റ് എഫേർട്സ്. ആൻഡ് ഇഫ് ദീസ് മോട്ടീവ്സ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഹി ഫീൽസ് മെന്റൽ ടെൻഷൻ. ഈ മോട്ടീവ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് മെന്റൽ ടെൻഷൻ ഉണ്ടാക്കും. അപ്പൊ അത്തരം മോട്ടീവ്സുകളെയാണ് ഇൻഹെറന്റ് മോട്ടീവ് എന്ന് പറയുന്നത് അല്ലെ. കം ഫ്രം എന്താണ് ഫിസിയോളജിക്കൽ ഓർ ബേസിക് നീഡ്സ് നിന്നാണ് എന്ത് ഇൻഹെറന്റ് മോട്ടീവ് വരുന്നത്. നമുക്ക് വിശക്കുക, നമുക്ക് ഉറങ്ങാൻ തോന്നുക, ഇതൊന്നും ഇല്ലെങ്കിൽ, ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ മെന്റൽ ടെൻഷൻ ഉണ്ടായിരിക്കും. അതാണ് ഇൻഹെറന്റ് മോട്ടീവ്. ഇനി എന്താണ് ലേൺഡ് മോട്ടീവ് നോക്കാം. അപ്പൊ ലേൺഡ് മോട്ടീവ്സ് എന്ന് പറയുന്നത് അക്യൂർഡ് ഓർ ലേൺഡ് ബൈ എ കൺസ്യൂമർ ഫ്രം ദ എൻവയോൺമെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ഈ ഒരു മോട്ടീവ് അക്യൂർ ചെയ്യുന്നതും ലേൺ ചെയ്യുന്നത്, കൺസ്യൂമേഴ്സ് അക്യൂർ ചെയ്യുന്നതും ലേൺ ചെയ്യുന്നത് എവിടെ നിന്നാണ്? എൻവയോൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലൂടെയാണ്.
These motives are the social status ആവാം, social acceptance ആയിരിക്കാം, ഫിയർ ആയിരിക്കാം, സെക്യൂരിറ്റി ആയിരിക്കാം. ഇതിലൂടെയൊക്കെയാണ് ഈ ഒരു മോട്ടീവ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. While satisfying learned motives, the consumer does not consider even the price of the product. അപ്പോൾ നമ്മളൊരു ലേൺഡ് മോട്ടീവ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് ഒരിക്കലും അവർ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഒരു എൻവയോൺമെന്റിൽ നിന്നും എഡ്യൂക്കേഷനിലൂടെയാണ് ഈ ഒരു മോട്ടീവ്സ് ഉണ്ടാകുന്നത്. അതാണ് ലേൺഡ് മോട്ടീവ്സ്. അതാണ് ഇൻഹറന്റ് ആൻഡ് ലേൺഡ് മോട്ടീവ്സ്. ഇനി അറിയുന്നത് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ബൈയിങ് മോട്ടീവ്സ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ബൈയിങ് മോട്ടീവ്സ് ആണ് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദോസ് വിച്ച് ആർ ഡ്രൈവൺ ബൈ ഇന്റേണൽ സൈക്കോളജിക്കൽ പ്രോസസ്, ലേണിംഗ്, പെർസെപ്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. നമ്മളുടെ ഇന്റേണൽ സൈക്കോളജിക്കൽ പ്രോസസ്സുകളായിട്ടുള്ള ലേണിംഗ്, പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്സിലൂടെയൊക്കെയാണ് ഈ ഒരു മോട്ടീവ്സ് ഉണ്ടാവുന്നത്. അത് നമ്മൾ ലേൺ ചെയ്യുക, നമ്മുടെ പെർസെപ്ഷൻ എങ്ങനെയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അതിലൂടെയാണ് ഇത്തരം മോട്ടീവ്സ് വരുന്നത്. ദെൻ സോഷ്യൽ മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻ ഈസ് എ സോഷ്യൽ ബീങ് അല്ലെ, ഒരു മാൻ എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ ബീങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കാനോട്ട് ലീവ് അവേ ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാനായിട്ട് പറ്റില്ല. സോ ഹിസ് കൺസംഷൻ മോട്ടീവ് ആർ ഷേപ്ഡ് ബൈ ഹിസ് ഇന്ററാക്ഷൻസ് വിത്ത് മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ആൻഡ് സൊസൈറ്റി. അവരുടെ ഒരു കൺസംഷൻ മോട്ടീവ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് അവരുടെ ഫാമിലിയിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ മെമ്പേഴ്സ് അല്ലെ, ഫാമിലി മെമ്പേഴ്സിൽ നിന്നും സൊസൈറ്റീസിൽ നിന്നുമാണ്. So, the social motives are those motives which are influenced by the society in which consumers live. അതുകൊണ്ട് തന്നെ സോഷ്യൽ മോട്ടീവ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സൊസൈറ്റിയാണ്. സോഷ്യൽ മോട്ടീവ്സിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന മോട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിനായിട്ട് ഇവിടെ ഉള്ള മോട്ടീവ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ബൈയിങ് മോട്ടീവ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. മെയിനായിട്ട് 4 ടൈപ്പ് ബൈയിങ് മോട്ടീവ്സ് ആണ് ഉള്ളത്. ഇമോഷണൽ ആൻഡ് റാഷണൽ, പ്രൊഡക്റ്റ് ആൻഡ് പാട്രണേജ്, ഇൻഹറന്റ് ആൻഡ് ലേൺഡ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ബൈയിങ് മോട്ടീവ്സ്.